യൂത്ത് കോൺഗ്രസിൽ നിന്നും അബിൻ വർക്കി ഇതിനകം തന്നെ DGPക്ക് പരാതി കൈമാറിയിരിക്കുകയാണ്. അപ്പോൾ പോലീസിന് മുന്നിൽ പരാതിയില്ല എന്നുള്ളൊരു ചോദ്യം ആരോപണം പറയാനും പറ്റില്ല. രാഹുൽ മാങ്കൂട്ടത്തിൽ, ഈ റിപ്പോർട്ട് 4.5 വർഷക്കാലം അനക്കാതെ വെച്ച സർക്കാർ ക്രിമിനൽ കുറ്റം ചെയ്തു എന്നുള്ളതാണല്ലോ പ്രതിപക്ഷ നേതാവ് ആദ്യം പറഞ്ഞത്. നിങ്ങളിപ്പോൾ ഇക്കാര്യത്തിൽ നിയമപരമായ നടപടികളിലേക്ക് കടക്കുകയും ചെയ്യുന്നു. എന്താണ് സർക്കാർ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്മേൽ നടപടിയെടുക്കാൻ സാധ്യതയുണ്ട് എന്ന് ഈ ഘട്ടത്തിൽ നിങ്ങൾ കരുതുന്നുണ്ടോ? സാംസ്കാരിക വകുപ്പ് മന്ത്രി പറഞ്ഞത് താൻ റിപ്പോർട്ട് വായിച്ചിട്ടില്ല എന്നാണ്. സ്മൃതി, ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഇപ്പോൾ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ വിശദാംശങ്ങൾ സ്മൃതിക്കും എനിക്കും ഇവിടെ ചർച്ച കേട്ടുകൊണ്ടിരിക്കുന്ന കേരളീയ പൊതുസമൂഹത്തിനും ബോധ്യമുണ്ടായത് ഇന്നലെയാണ്. അതിലൊരു സാങ്കേതിക വശം മാത്രമാണ്. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് കേരളത്തിന്റെ പൊതുഖജനാവിൽ നിന്ന് ഏതാണ്ട് 1 കോടിയിൽ പരം രൂപ ചെലവഴിച്ചിട്ടൊരു റിപ്പോർട്ട് തയ്യാറാക്കുന്നു. ആ റിപ്പോർട്ട് സംസ്ഥാന സർക്കാരിന് 2019 സമർപ്പിക്കപ്പെട്ടതാണ്. ഇത് വർഷം 2024. ആ റിപ്പോർട്ടിനകത്ത് പറഞ്ഞിട്ടുള്ള കുറ്റകൃത്യങ്ങൾ എന്തൊക്കെയാണ്? 1, സെക്ഷൽ അസോൾട്ട്, അബ്യൂസിംഗ് ദ മോഡസ്റ്റി ഓഫ് എ വിമൻ, ഫീമെയിൽ അട്രോസിറ്റീസ്, പോക്സോ കേസുകൾ, പിന്നെ അതുപോലെ തന്നെ രാജ്യദ്രോഹ കുറ്റം ചുമത്തുവാൻ കഴിയുന്ന ഡ്രഗ് പെഡലിംഗ്. ഇത്ര ഗുരുതരമായിട്ടുള്ള ബാക്കി വേറെയും കുറ്റകൃത്യങ്ങളുണ്ട്. തൊഴിലിടത്തിലെ ചൂഷണങ്ങൾ വരുന്നുണ്ട്, തൊഴിലിടത്തിലെ തുല്യതയില്ലായ്മ വരുന്നുണ്ട്, അതടക്കമുള്ള വേറെ പ്രശ്നങ്ങളെല്ലാം നിലനിൽക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞത് പ്രധാനപ്പെട്ട നമുക്ക് കീ ഫോക്കസ് ചെയ്യാൻ പറ്റുന്ന വളരെ ഗുരുതരമായിട്ടുള്ള കഗ്നൈസബിൾ ആയിട്ടുള്ള ക്രൈം ഇത്രയും നടന്ന സാഹചര്യത്തിൽ അത്രയും ഒരു റിപ്പോർട്ടാക്കി സമർപ്പിക്കപ്പെട്ടിട്ട് സംസ്ഥാന സർക്കാർ 5 വർഷത്തിനിടയിൽ ഏതെങ്കിലും ഒരൊറ്റ FIR എങ്കിലും കേരളത്തിനകത്ത് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടോ? ഇപ്പൊ സംസ്ഥാന സർക്കാർ ഇന്നിപ്പോ ശ്രീ AK ബാലൻ, അദ്ദേഹത്തിനാണ് റിപ്പോർട്ട് സമർപ്പിക്കപ്പെട്ടിട്ടുള്ളത്. AK ബാലൻ പറഞ്ഞത് ആകാശത്ത് നിന്ന് FIR എടുക്കാൻ കഴിയില്ലെന്നാണ്. ആരാണ് ശ്രീ AK ബാലന്റെ നിയമോപദേഷ്ടാവ്? ആരാണ് പറഞ്ഞത് FIR രജിസ്റ്റർ ചെയ്യാൻ കഴിയില്ല എന്ന്? ഏറ്റവും പുതിയ നമ്മുടെ നിയമ സംവിധാനത്തിന്റെ അപ്ഡേറ്റഡ് ഫോമിൽ പറയുന്നത് 0 FIR-നെ പറ്റിയിട്ടാണ്. ഇവിടെ ശ്രീകുമാർ ഇരിപ്പുണ്ട്. അദ്ദേഹം ഒരു നിയമ വിദഗ്ധനാണ്. അദ്ദേഹത്തിന് ബോധ്യമുള്ള കാര്യമാണ്. കേരളത്തിലെ ഇന്ത്യ മഹാരാജ്യത്തെ പുതിയ നിയമ സംവിധാനത്തിന്റെ പ്രത്യേകത, ഈ രാജ്യത്ത് ഏതെങ്കിലും ഒരു സ്ഥലത്ത് ക്രൈം റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ, ഒരു ക്രൈം നടന്നിട്ടുണ്ടെങ്കിൽ, അത് ഡൽഹിയിൽ ഒരു ക്രൈം നടന്നാൽ കേരളത്തിൽ FIR രജിസ്റ്റർ ചെയ്യാൻ കഴിയും. അതാണ് 0 FIR. അങ്ങനെ നിയമപരമായി എല്ലാം പര്യാപ്തമായ ഒരു സംസ്ഥാനത്തിനകത്ത് ഒരു തരത്തിലുമുള്ള ആക്ഷൻ എടുത്തിട്ടില്ല എന്ന് പറയുമ്പോൾ ഇതിനകത്ത് സംസ്ഥാന സർക്കാരിന് കൃത്യമായിട്ട് ആരെയും സംരക്ഷിക്കാനുണ്ട്. ഇപ്പൊ ഇന്നലെ തൊട്ട് നിങ്ങൾ പുറത്തുവിടുന്ന പ്രധാനപ്പെട്ട ഞെട്ടൽ എന്താണ്? വാതിലിൽ ഏതൊക്കെയോ നടന്മാർ മുട്ടി എന്നതിന്റെ ഞെട്ടലാണ് കേരളീയ പൊതുസമൂഹത്തിൽ നിങ്ങൾ പങ്കുവയ്ക്കുന്നത്. അതിനേക്കാൾ എനിക്ക് ഞെട്ടലുണ്ടാകുന്നത്, ഈ കതകിന് മുട്ടിയതിനേക്കാൾ എന്നെ ഞെട്ടിപ്പിക്കുന്നത്, കതകിന് മുട്ടിയ ഞെട്ടലിൽ ആ റിപ്പോർട്ട് കിട്ടിയിട്ട് പിന്നെയും ഒരു 5 വർഷക്കാലം കൂടി ഇതേ കതകിന് മുട്ടിക്കോട്ടെ എന്ന് ഒരു സംസ്ഥാന സർക്കാർ തീരുമാനിക്കുന്നതാണ് എന്നെ ഞെട്ടിപ്പിക്കുന്നത്. കഴിഞ്ഞ 5 വർഷക്കാലത്തിനിടയിൽ 2019 റിപ്പോർട്ട് സമർപ്പിക്കപ്പെട്ട് അതിനുശേഷം ഈ സംസ്ഥാനത്തിനകത്ത് സിനിമാ മേഖലയിൽ ഉണ്ടായിട്ടുള്ള സെക്ഷൽ അബ്യൂസുകൾക്ക്, സെക്ഷൽ അസോൾട്ടുകൾക്ക്, പോക്സോ കുറ്റകൃത്യങ്ങൾക്ക്, ഡ്രഗ് പെഡലിങ്ങിന് അടക്കമുള്ള എല്ലാ ക്രൈമിന്റെയും കിങ് പിൻ എന്ന് പറയുന്ന സംസ്ഥാന സർക്കാരാണ്. ഈ റിപ്പോർട്ടിനകത്ത് ഒരു പവർ ഗ്രൂപ്പിനെ പറ്റി പറയുന്നുണ്ട്. ആ പവർ ഗ്രൂപ്പ്, സ്മൃതി, അത് സംസ്ഥാന സിനിമാ ഇൻഡസ്ട്രിയെ മാത്രമല്ല സംസ്ഥാന സർക്കാരിനെയും അവരുടെ സ്വാധീനത്തിന്റെ അടിമത്തത്തിൽ വരുത്തിയിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം.